കുട്ടികളിലെ കൂർക്കം വലി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പണിയായേക്കാം. എൻ്റെ പേര് ഡോക്ടർ അക്ഷയ് പനക്കൽ. ഞാൻ ENT സർജനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലുണ്ടാവുന്ന മൂക്കിലത്തെ ദശ, അതായത് എഡിനോയിഡിനെ കുറിച്ചാണ്. എഡിനോയിഡ് എന്ന് പറഞ്ഞാൽ ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഡിഫൻസിന് വേണ്ടി ഉണ്ടാവുന്നൊരു ടിഷ്യൂ ആണ്. എല്ലാ കുട്ടികളിലും അത് ഉണ്ടാവാറുണ്ട്. സാധാരണ ഒരു 1.5-2 വയസ്സിലത് വരും. അതൊരു 6-7 വയസ്സ് വരെ വലുതാവും. അതിനുശേഷം അത് ചുരുങ്ങാറാണ് പതിവുള്ളത്. പലരിലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജിയുടെ കാരണങ്ങൾ കൊണ്ട് റിക്കറൻ്റ് ആയിട്ട്, അതായത് വീണ്ടും വീണ്ടും നമുക്ക് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ടിഷ്യൂ കുറച്ച് വലുതാവാം. അത് നമുക്ക് സിംറ്റംസ് ഉണ്ടാക്കും. എന്താണ് സാധാരണ എഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുട്ടികളുടെ സിംറ്റംസ്? ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന കൂർക്കം വലി. അതായത് ഈ എഡിനോയിഡ് എന്ന് പറയുന്ന ടിഷ്യൂ നമ്മുടെ മൂക്കിൻ്റെ പുറകിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് സാധാരണമായി ശ്വാസം മൂക്കിലൂടെ വലിച്ചു കഴിയുമ്പം അതിലൊരു സൗണ്ട് ഉണ്ടാവും. അതൊരു എബ്നോർമൽ സൗണ്ടാണ്. പലരും അത് കൂർക്കം വലി പോലെയാണ് പറയാറുണ്ടാവുക. രണ്ടാമത്തെ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഈ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വാ തുറന്ന് ശ്വാസം വലിച്ചു വിടുക. അപ്പം കുട്ടികളിൽ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ഈ ദശവളർച്ച ഉള്ളതും കൊണ്ട് മൂക്കിൽ ബ്ലോക്കേജ് ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൗത്ത് ബ്രീത്തേഴ്സ് ആവും. അതായത് അവർ മോർ കംഫർട്ടബിൾ വായിലൂടെ ശ്വാസം വലിച്ചു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മൗത്ത് ബ്രീത്തിങ് കണ്ടിന്യൂസ് ആയി വന്നു കഴിയുമ്പം കുട്ടികൾക്ക് റിക്കറൻ്റ് ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ അവരുടെ മോണ പൊന്തി വരാം, മുഖത്തിൻ്റെ ഷേപ്പ് മാറാം, ഇങ്ങനെ കുറേ സിംറ്റംസിലോട്ട് കാണിക്കാറുണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ നമ്മൾ പറയുന്നതാണ് എഡിനോയിഡ് ഫേഷീസ്. അതായത് എഡിനോയിഡ് കാരണം ഉണ്ടാവുന്ന മുഖത്തിൻ്റെ ഷേപ്പിൻ്റെ മാറ്റങ്ങളെയാണ് എഡിനോയിഡ് ഫേഷീസ് എന്ന് പറയുന്നത്. ഇത് പല രീതിയിലായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പാരൻസ് നോട്ടീസ് ചെയ്യും കുട്ടികൾക്ക് ഒരു അബ്നോർമൽ സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടി വാ തുറന്നാണ് എപ്പോഴും ഇരിക്കുന്നത്. ഉറക്കത്തിൽ മാത്രമല്ല പകലും കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ അവർ വാ തുറന്നിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷന് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മളിത് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. പലർക്കും ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാരൻസും ഈ സിംറ്റംസ് ഇഗ്നോർ ചെയ്യും. അതായത് കൂർക്കം വലിയല്ലേ, സാരമില്ല, വലുതാകുമ്പോൾ മാറുന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം ഈ എഡിനോയിഡിൻ്റെ സൈസ് വലുതാവും, ഇത് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പം കുട്ടികളുടെ ഈ മൗത്ത് ബ്രീത്തിങ് കാരണം അവരുടെ മോണ പൊന്തി വരാനും പല്ല് പൊന്തി വരാനും മുഖത്തിൻ്റെ ഷേപ്പ് മൊത്തമായിട്ട് ഒരു ഡൾ ലുക്കിംഗ് ഫേസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഈ ഡെൻ്റൽ ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കും അവർ ENT കൺസൾട്ടേഷൻ പറയുന്നതും അപ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂടുതലായിട്ട് കാണുന്നതാണ് രാത്രി ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പം കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഞെട്ടി എണീക്കാം ഉറക്കത്തിൽ നിന്ന്. അതുപോലെ തന്നെ എബ്നോർമൽ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. കുട്ടി ചിലപ്പം വളഞ്ഞു കുത്തിയിട്ട് അല്ലെങ്കിൽ കഴുത്ത് നിവർത്തി വെച്ച് കഴുത്ത് മടക്കിയിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഒന്നാണ് കേൾവിക്കുറവ്. അതായത് നമ്മുടെ ഈ ദശവളർച്ച കാരണം വീണ്ടും വീണ്ടും ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് കാരണം ഒരു കേൾവിക്കുറവ് കുട്ടികൾ, അപ്പോൾ കുട്ടികൾ വിളിച്ചാൽ കേൾക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് നമ്മൾ എഡിനോയിഡ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഒരു ENT ഡോക്ടറിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് 2 രീതികളിലാണ് നമ്മൾ സാധാരണ ഇത് ഡയഗ്നോസ് ചെയ്യാറുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേസിൽ എൻഡോസ്കോപ്പ് ചെയ്യും. അതായത് നമ്മൾ മൂക്കിലൂടെ ചെറിയൊരു ക്യാമറ ഇട്ട് ആ ക്യാമറയിലൂടെ നമ്മൾ ഇതിൻ്റെ സൈസ് മനസ്സിലാക്കി ഇത് വളരെ വലുപ്പം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2, വളരെ ചെറിയ കുട്ടികൾ ചിലപ്പോൾ എൻഡോസ്കോപ്പി ടോളറേറ്റ് ചെയ്തില്ല, അവർ ചിലപ്പം നമുക്ക് അതിനോട് കോപ്പറേറ്റ് ചെയ്തൊന്നും വരില്ല. അപ്പം നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കും, മൂക്കിലത്തെ ദശ കൂടുതലായിട്ട് വലുതായിട്ടുണ്ട്, സൈസ് എത്രയുണ്ടെന്ന് അനുസരിച്ചിട്ടുള്ളത്.